അതിശക്തമായിട്ടുള്ള ഇറാന്റെ ആക്രമണമാണ് ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങൾ കണ്ടുകൊണ്ട് പത്താം ദിവസമായ സമയത്ത് എന്താ പറയുക, അമേരിക്കൻ്റെ ഭാഗത്തു നിന്ന് അതിശക്തമായ ആക്രമണം ഇറാനിലേക്ക് ഉണ്ടാകുന്ന സമയത്ത് തന്നെ ജോർദാനിലുള്ള അമേരിക്കൻ്റെ വിമാനത്താവളങ്ങൾ 20ഓളം സ്പോട്ടിലേക്കാണ് ഇറാൻ്റെ വമ്പൻ ആക്രമണം നടന്നിട്ടുള്ളത്. ഡ്രോണുകൾ ഉപയോഗിച്ച് അതിശക്തമായിട്ടുള്ള ആക്രമണം നടന്നിട്ടുണ്ട്. വിമാനങ്ങൾ പൂർണ്ണമായിട്ടും 20 സ്പോട്ട് എന്ന് പറഞ്ഞാൽ 4ഓളം ജോർദാനിലുള്ള വലിയ എയർപോർട്ടിലേക്കും ചെറിയ എയർപോർട്ടിലേക്കും അതേപോലെ അയൺ ഡോമുകൾക്കും സകലതും നശിപ്പിച്ചുകൊണ്ടാണ് ഇറാൻ്റെ മുന്നേറ്റം നടക്കുന്നത്. വമ്പം നാശം, വിമാനങ്ങളൊക്കെ കത്തി നശിച്ചു പോകുന്ന രൂപത്തിലുള്ള അതിശക്തമായ തിരിച്ചടിയാണ് ഇറാൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ശരിക്കും പറയാൻ ട്രംപ് കുറച്ച് മുമ്പ് പറഞ്ഞ കാര്യം എന്താ അറിയോ, ഇറാൻ്റെ ആയുധങ്ങളെല്ലാം അവസാനിച്ചു, ഇറാൻ്റെ സൈനികരെല്ലാം മരിച്ചു എന്ന് പറഞ്ഞ ഇറാനാണ് അതിശക്തമായിട്ടുള്ള തിരിച്ചടി കൊടുക്കുന്നത്. അതേപോലെ തന്നെ എന്താ പറയുക, അറബ് രാഷ്ട്രങ്ങൾക്ക് എന്താ പറയുക, അമേരിക്കയെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന അറബ് രാജ്യങ്ങൾക്ക് അതിശക്തമായിട്ടുള്ള അതിഭയാനകമായിട്ടുള്ള മിസൈൽ ആക്രമണമാണ് ഇപ്പോൾ ഇറാൻ്റെ ഭാഗത്ത് നിന്ന് കണ്ടുപിടിക്കുന്നത്. ഓരോ ദിവസം ആയിരക്കണക്കിന് മിസൈലുകളാണ് ഇറാൻ ഓരോ ദിവസം അയച്ചുകൊണ്ടിരിക്കുന്നത്. 15ഓളം രാജ്യത്തെ ലക്ഷ്യമിച്ച് അതിശക്തമായുള്ള ആക്രമണമാണ് ഇപ്പോൾ നടന്നുകൊടുക്കുക. ഏത് നിമിഷവും ഏത് സമയത്തും എന്താ പറയുക ഇസ്രായേലിലേക്ക് ആക്രമണം നടത്താൻ സാധ്യതയുള്ള റിപ്പോർട്ടുകൾ പുറത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. എന്താ പറയുക, മനസ്സിലാക്കാൻ എന്താ പറയുക, ഹോർമോസ് കടൽ, രണ്ടാമത് ഹോർമോസ് കടൽ പൂർണ്ണമായിട്ടും അടിച്ചു കിടക്കുകയാണ്. അതേപോലെ ഹൂതികൾ ചെങ്കടൽ കുറച്ച് കഴിഞ്ഞാൽ ബ്ലോക്ക് ചെയ്യുന്നുള്ള റിപ്പോർട്ട് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുക. ഹൂതികളോടുകൂടെ ആ ചെങ്കടലും ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ വിധത്തിലും എന്താ പറയുക, ട്രംപിന് ജയിക്കാനോ ലോക രാജ്യങ്ങൾ പരാജയപ്പെടും, നമ്മളെല്ലാവരും കഷ്ടപ്പെടും. അതാ സംഭവിച്ചുകൊണ്ട് ഹോർമോസ് കടൽ ഈ ഹൂതികൾ കട്ട് ചെയ്യാന്നുള്ള റിപ്പോർട്ട് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. എന്താ പറയുക, അതങ്ങനെ ബ്ലോക്കാക്കി കഴിഞ്ഞാൽ ഹോർമോസും ചെങ്കടലും ബ്ലോക്കാക്കി കഴിഞ്ഞാലുണ്ടല്ലോ, രണ്ട് സംഗതി ബ്ലോക്കാക്കി കഴിഞ്ഞാൽ ലോകം നശിച്ച് ആ രൂപത്തിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്. അതിശക്തമായ തിരിച്ചടിയാണ് ഇപ്പം എന്താ പറയുക ഇറാൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. ട്രംപിനെ സംബന്ധിച്ച് കിളി പോയി നിൽക്കുകയാണ്. എന്ത് ചെയ്യണം നോർമല്ല, എന്തിനോ വേണ്ടി എന്താ പറയുക ഹോർമോസ് കടൽ പിടിച്ചെടുക്കാൻ വേണ്ടി ട്രംപ് ചെയ്ത പരിപാടിക്ക് ഇപ്പോൾ ഹോർമോസ് കടലും പൂട്ടിക്കിടക്കുന്നു, അതേപോലെ ചെങ്കടൽ പൂട്ടുകയാണ്. ഈ ഹോർമോസ് കടലിൽ കൂടെ ചെങ്കടലിൽ കൂടെ ധൈര്യം ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഏതെങ്കിലും രാജ്യത്തിന് ധൈര്യം ഉണ്ടെങ്കിൽ ഇറാൻ്റെ സമ്മതമല്ലാതെ ഒരു കപ്പൽ അതിലേക്ക് പോയി കഴിഞ്ഞാൽ കത്തിച്ച് കളയുന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തേക്ക് വന്നുകൊണ്ട് ഊതികളെ ഭാഗത്തുനിന്ന്. അതേപോലെ ഇറാനും ഹോർമോസ് കടലിൽ പോയി കൂടെ കപ്പലിൽ പോയാൽ അമേരിക്കയുടെ വാക്ക് കേട്ടിങ്ങാൻ കപ്പലിൽ പോയി കഴിഞ്ഞാൽ പൊളിച്ച് കളയുന്ന ഇറാൻ പറയുന്നു. അതേപോലെ ചെങ്കടലിലെ ഊതികളും പറയുന്നു. ഈ രൂപത്തിലേക്ക് കാര്യങ്ങൾ പോകുന്ന സമയത്ത് നമ്മൾ വിചാരിച്ച പോലും നല്ല കാര്യങ്ങൾ പോവുക. അതിശക്തമായ അക്രമമാണ് ഇറാൻ്റെ ഭാഗത്തുനിന്ന്. തന്നതിനൊക്കെ തിരിച്ചടി കൊടുക്കും. ഒരു വിധത്തിൽ ഞങ്ങൾ കരാറിനോ യുദ്ധം അവസാനിപ്പിക്കാൻ ഞങ്ങൾ താല്പര്യമില്ല, ഞങ്ങൾ അതിശക്തമായ അക്രമം അയച്ചുവിടാൻ പോവുക എന്ന റിപ്പോർട്ടുകൾ ഗൾഫ് രാജ്യങ്ങൾ കത്തും. ഗൾഫ് രാജ്യമാണ് നമ്മളെ കേരളത്തിൻ്റെ ഇന്ത്യൻ്റെ ഒക്കെ മുതൽ. ഈ സംഘികളൊക്കെ സംബന്ധിച്ച് പറയാണ്ട്, സംഘികൾക്കൊന്നും ഒരു ഓർമ്മയില്ല. എന്തോ ട്രംപിനെയും വിചാരിച്ചിട്ട് ഇസ്രായേൽ വാപ്പാണ് ഉമ്മാന്നും പറഞ്ഞ് നടക്കുകയാണ് പൊട്ടന്മാരെ. അവർക്കൊന്നും ഒരു ഓർമ്മയില്ല. അണ്ണാക്ക് കുത്തൂല. ഗൾഫിൽ നിന്ന് പൈസ കൊണ്ട് എത്തിയില്ല, അണ്ണാക്ക് കുത്തൂല. വേറൊന്നുമില്ല. നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം എന്താ അറിയോ, ഈ യുദ്ധം അവസാനിച്ചിട്ടില്ലെങ്കിൽ ഏറ്റവും ലോക രാജ്യങ്ങൾ മൊത്തം എല്ലാ രാജ്യങ്ങളും കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി തള്ളിപ്പോവും. ആരെ കാരണം കൊണ്ട്, എന്തിനു വേണ്ടിയിട്ട് ആദ്യം ചിന്തിച്ചു നോക്കി, നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് യുദ്ധം ചെയ്യുന്നത്? ലോകത്ത് ഇസ്രായേലിനും അമേരിക്കക്കും ആണവായുധം ഉണ്ടാക്കാൻ ഇറാനും ഉണ്ടാക്കാം. എന്തുകൊണ്ടാണ് ഇറാനെ ഭയക്കുന്നത്? ഇത്രയും കാലം ഒരു കാര്യം മാത്രം മനസ്സിലാക്കുക, ഇങ്ങോട്ട് ആക്രമിച്ചാൽ മാത്രം അടിക്കുന്ന ഒരു രാജ്യമാണ് ഇറാൻ എന്ന് പറയുന്നത്. നമ്മൾ കണ്ടുകൊണ്ടുവന്നത് അങ്ങനത്തെ ഒരു രാജ്യത്തിന് ഇങ്ങനത്തെ ഒരു ആണവായുധം ഉണ്ടാക്കി ചെന്ന് കുഴപ്പമുള്ളത്? ചിന്തിച്ചു നോക്കി. ലോകത്ത് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാൻ കാരണം അമേരിക്ക ഇസ്രായേലുമാണ്. ആർക്ക് വേണ്ടിയാണ് യുദ്ധം ചെയ്യുന്നത്? എന്തിനു വേണ്ട യുദ്ധം? ഓൾമോസ്റ്റ് പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ട്രംപ് ചെയ്തത്. ട്രംപിന് ബിസിനസ് ചെയ്യാൻ വേണ്ട ഒരു സംഗതി നടക്കില്ല. അതിശക്തമായ തിരിച്ചടിയാണ് ഇപ്പോൾ ഇറാൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. എന്നാൽ വീഡിയോ ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ മറക്കാം. താങ്ക് യു വെരി മച്ച്.